ചേട്ടൻ എങ്ങനെയാണ് ഓണസദ്യ വീട്ടിലുണ്ടാക്കിയ? അതാ ഇല്ല, ഞാൻ ഓട്ടത്തില് അവിടെ നമ്മുടെ ദർബാർ ഹാളിൽ ഗ്രൗണ്ടിൽ അവിടെ നിന്ന് കഴിക്കും. കുഴപ്പമില്ല. ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയിട്ട് ഒരടുപ്പില്ലായിരുന്നു. ലാസ്റ്റ് നമ്മുടെ വിനായക അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നേരത്തെ തന്നെ ബുക്കിങ്. പിന്നെ നടപടിയായ പിന്നെ ഒരു ഇതുപോലെ തന്നെ ഒരു പിന്നെ അത് ഓൺലൈനിൽ തപ്പിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബുക്കിംഗ് കിട്ടി. പക്ഷെ അത് ഓണസദ്യ പോരായിരുന്നു ചേട്ടാ. സാമ്പാറില്ല, പപ്പടമില്ല, അവിയലില്ല. ഇത് എന്തോന്ന് ഓണസദ്യ? ഇങ്ങനെ മനുഷ്യനെ പറ്റിച്ച് തിന്നണത്. അത് ബിസിനസ് അല്ലേ, ഓൺലൈൻ ബിസിനസ് അല്ലേ, ആരോട് ചോദിക്കാൻ. ഇത് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ലാസ്റ്റ് എന്തെങ്കിലും ആയിട്ടെന്ന് ഓർത്ത് ബുക്ക് ചെയ്തത്. അങ്ങനെ ഓൺലൈൻ സദ്യ മേടിക്കുകയോ ചെയ്തു, പോയി ഇപ്പൊ കഴിക്കും. ഞാൻ കഴിച്ചതിന് കുഴപ്പം. അത് മതിയായിരുന്നേ, എല്ലാരും കൂടി പോയി വല്ല ഹോട്ടലിലും പോയി കഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും ഫുഡ്, ഇത്രയും കറികളൊക്കെ വീട്ടുകാരൊന്നും പഴയതുപോലെ ഇത്രയും കറികളൊന്നും ഉണ്ടാക്കൂലല്ലേ. അവർക്കൊക്കെ മെനക്കിടാൻ കഴിയില്ല. എല്ലാവർക്കും പുറത്തുനിന്ന് കഴിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. പുറത്തു പോയി കഴിച്ചാൽ മതിയായിരുന്നു. ഒരു ഇപ്രാവശ്യത്തെ ഓണം സദ്യയിൽ പോയി ചേർന്നു. ഭയങ്കര മോശം. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. നമ്മള് നേരത്തെ ഒരു മാസം മുമ്പേ പൈസ കരുതി വെച്ചതാണ് ഓണസദ്യ ബുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി. ഞങ്ങളെ ഓണസദ്യയെ കുറിച്ച് പറയുമായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്തിട്ട് ഭയങ്കര സാമ്പാറില്ല, പുളിശ്ശേരിയില്ല. എന്തൊരു ഓണസദ്യ ഇല്ല, ഞങ്ങൾ കുറേശ്ശെ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കിയില്ല, കുറേശ്ശെ ഉണ്ടാക്കിയല്ല. എന്തായാലും കാരണം ബുക്ക് ചെയ്ത് മേടിക്കുന്നതൊക്കെ കാശും കൊടുത്തില്ലാത്ത കാശും കൊടുത്ത് സാധനം മേടിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല. ഭയങ്കര മോശമായി പോയി. നമ്മള് വീട്ടിലുണ്ടാക്കണ ഏറ്റവും നല്ലതാണെങ്കിലും ടേസ്റ്റിന് കഴിക്കാല്ല. ഓണമായിക്കൊണ്ടൊരു കുറച്ച് കറികളൊക്കെ വേണ്ടേ, അതാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടിലുണ്ടാക്കുമ്പോഴേ ഇത്ര ടേസ്റ്റും കിട്ടുമല്ല. എല്ലാതും കൊണ്ട് അങ്ങോട്ട് എല്ലാവരും കൂടി കഴിക്കുക, അത്രേ ഉള്ളു ഓണത്തിന്റെ. വാങ്ങിച്ചാല് ഉണ്ടായിരുന്നു, മക്കളൊക്കെ ഉണ്ടായിരുന്നു, 3 പേരും ഉണ്ടായിരുന്നു. ഇതുപോലെ എല്ലാവരും ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഓണത്തിന് എല്ലാവരും പുറത്തു പോയി ഫുഡ് കഴിക്കാനായി ഇപ്പൊ ആഗ്രഹിക്കുന്നത്. പഴയ കാലഘട്ടം മെനക്കിടാൻ കഴിയില്ലെന്ന്. 10-15 കൂട്ടം കറിയൊക്കെ വീട്ടിൽ വെക്കണമെങ്കിൽ ഹോട്ടലിൽ പോയിരുന്നാലും ഇരിക്കോ കഴിക്കോ പോവോ. അതാണ് ഇപ്പൊ ആർക്കും കഴിയൂല പാചകം ചെയ്യാനൊന്ന്. എല്ലാവർക്കും മടുപ്പാണ്. ഓട്ടം ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണക്ക് എന്തൊരു വിലയാ ചേട്ടാ കയറിയത്. കടയിൽ മേടിച്ചാലും ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ വേണ്ടേ? വെളിച്ചെണ്ണ അടുപ്പിക്കില്ലല്ലോ ഹോട്ടലുകാര്. എങ്ങനെ എടുക്കും? തേങ്ങാക്ക് പൊന്നിന്റെ വിലയിൽ തേങ്ങ ഇല്ലാതെ അകയിൽ വെക്കാൻ പറ്റും. അതെ, ഞാനിപ്പോ പോകുമ്പോഴത്തേക്ക് 110 രൂപ. എന്നത് ഓണത്തിന്റെ വിലയാണ്. അത് വെച്ച് കൂട്ടുമ്പോഴേ 100-400 രൂപ അതാണ് 500-600 രൂപയൊക്കെ വെളിച്ചെണ്ണൊക്കെ ആകുമെന്ന് പറഞ്ഞത്. എന്താ ഇത് താമസത്തിൽ. ഓണത്തിന് നമ്മളുടെ അടുത്തുള്ള ഒരു ചേച്ചി പഴം മേടിക്കാൻ പോയി, ഞാലിപ്പൂവൻ. അവിടെ ചെന്നപ്പോ 110 രൂപ ഞാലിപ്പൂവന്. അവരത് 3 എണ്ണം മേടിച്ചോണ്ട് പോന്നു വീട്ടിലോട്ട്. 3 പേരേ ഉള്ളവര്. അപ്പൊ 1 കിലോ മേടിക്കണ്ടല്ലോ അവർക്ക്. അതെ, എന്താ വില ജീവിക്കാൻ പറ്റില്ല ചേട്ടാ. ഇപ്പോഴത്തെ ചുറ്റുപാടില് ജീവിക്കാൻ പറ്റില്ല. ഭയങ്കര നമ്മളീ ഓടി എന്തോ കിട്ടുന്നത്. പ്രാവശ്യത്തെ ഓണത്തിന് സപ്ലൈകോയിൽ എല്ലാ സാധനങ്ങൾക്കും വില കുറവായി. പക്ഷെ ഒന്നുമില്ല, ഒരു സാധനം ഇല്ല. ഞാൻ പോയപ്പോ എന്താ ചെയ്യാ, വിലവിവര പട്ടികയില് എല്ലാ സാധനവും സാധാരണ കടയെ അപേക്ഷിച്ച് 4-1 വിലക്കുറവ്. ഒരു സാധനം എന്താ ചെയ്യാ, പോയത് മിച്ചം. ഒറ്റ ദിവസം കൊണ്ടേ 3 കോടി രൂപയുടെ സാധനം വിറ്റഴിച്ചത് സപ്ലൈകോയില്. എങ്ങനെയുണ്ട്? നമ്മൾ ചെന്ന സാധനം കിട്ടുമോ? ഇല്ല, വെറുതെ പോന്നു കാർഡുമായിട്ട് പോയിട്ട്. ഇല്ലാത്ത എന്ത് പറയാനാ. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത ഓണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഓക്കെ. ഓടാൻ നോക്കട്ടെ.